മാഡം പറഞ്ഞു തീർന്നെങ്കിൽ എനിക്കും ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയാനുണ്ട് എന്ന് പറയാണ് അലീന. എന്നിട്ട് പറയുന്നുണ്ടേ, അവിടെ മാമച്ചൻ മുതലാളി മാത്രമല്ല താമസിക്കുന്നത്, മാമച്ചനെങ്കിൽ മാത്രമല്ല താമസിക്കുന്നത്, ഗ്രേസമ്മ ആൻറ്റി എന്ന് പറഞ്ഞ അദ്ദേഹത്തിൻ്റെ ഭാര്യ കൂടിയുണ്ട് എന്ന് പറയാണ് അലീന. അവരെ എൻ്റെ രേവതിക്കുട്ടിയെ പൊന്നു പോലെയാണ് നോക്കുന്നത്, ഒരു മോളെ പോലെയാണ് നോക്കുന്നത്. ഒരിക്കലും അങ്ങനെയൊന്നും ആവാൻ നിങ്ങളെ കൊണ്ട് പറ്റത്തില്ല. എൻ്റെ രേവതിക്കുട്ടിയാണെങ്കിൽ അവരെ സ്വന്തം അച്ഛനും അമ്മയുമായിട്ടാണ് കാണുന്നത്, അവരെ അതുപോലെയാണ് അവൾ പരിപാലിക്കുന്നത്. അതുകൊണ്ടാണ് അവൾക്ക് അത്രയും സ്നേഹവും കെയറും പരിരക്ഷയും ഒക്കെ അവർ കൊടുക്കുന്നത്. അതുപോലെ ഒരിക്കലും നിങ്ങൾക്കാവാൻ പറ്റത്തില്ല. നിങ്ങൾക്കൊരിക്കലും ഈ ജന്മത്തൊരു ഗ്രേസമ്മൻ്റി ആവാൻ പറ്റത്തില്ല. നിങ്ങൾ കണ്ടു പഠിക്കണം അവരെയൊക്കെ, എന്നാലും നിങ്ങൾക്കതൊന്നും പറ്റത്തില്ല എന്ന് പറയാണ് അലീന. നിർത്തടി നിൻ്റെ അധിക പ്രസംഗം എന്ന് പറഞ്ഞുകൊണ്ട് വൈജയന്തി ഷൗട്ട് ചെയ്യുമ്പോൾ ഒരു കാര്യം കൂടി പറഞ്ഞോട്ടെ എന്ന് പറഞ്ഞിട്ട് ഒരു കാര്യം കൂടി പറയാണ് അലീന. അകമേ സമ്മാനം വാങ്ങിക്കൂട്ടുന്നതിനെക്കുറിച്ച് പറഞ്ഞല്ലോ, എനിക്കും എൻ്റെ അനുജത്തിക്കും അങ്ങനെ ഒരു ഗതികേട് ഇതുവരെ ഉണ്ടായിട്ടില്ല, ഇനിയൊട്ടും ഉണ്ടാകാനും പോകുന്നില്ല. അത് അങ്ങനെ സമ്മാനം വാങ്ങിക്കൂട്ടി കൈ പൊള്ളിയവർ മാത്രം അതിനെപ്പറ്റി ഓർത്ത് ടെൻഷൻ അടിച്ചാൽ മതി. അല്ലാതെ ഞങ്ങളെക്കുറിച്ച് അങ്ങനെയൊന്നും പറയണ്ട. ഞങ്ങൾക്കൊരിക്കലും അത് ബാധിക്കില്ല, ഞങ്ങളെ ബാധിക്കില്ല, ഞങ്ങളൊരിക്കലും ആ വഴിയെ പോകില്ല എന്ന് ഉറച്ച ശബ്ദത്തിൽ പറഞ്ഞുകൊണ്ട് അത് കേട്ടതും വൈജയന്തിയുടെ മുഖം താഴ്ന്നു പോകുക കേട്ടോ, കണ്ണുകളൊക്കെ താഴ്ന്നു പോകും. കാരണം ഇങ്ങനൊരു മറുപടി അലീനയിൽ നിന്ന് ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. അത് പറഞ്ഞിട്ട് അലീന അവിടെയുള്ള സാധനങ്ങൾ എടുത്തുകൊണ്ട് പോകുന്നുണ്ട്. വൈജയന്തി ആണെങ്കിൽ ആകെ എന്താ പറയുക, കിളി പോയ മട്ടിൽ അവിടെ ഇങ്ങനെ നിൽക്കുകയാണ്. ബാലചന്ദ്രൻ പറയുന്നുണ്ട്, ഇപ്പോൾ നിനക്ക് ഏറെക്കുറെ തൃപ്തിയായല്ലോ എന്ന് പറയാണ്. അത് കേട്ടിട്ടും അതിനൊന്നും മറുപടി പറയാതെ വൈജയന്തി ഇങ്ങനെ അവിടെ ഇങ്ങനെ ആലോചിച്ച് നിൽക്കുകയാണ്. പിന്നീട് മുത്തശ്ശിയുടെ റൂമിലേക്ക് തന്നെ അലീന തിരിച്ചു വരികയാണ്. സാധനങ്ങളൊക്കെ കൊണ്ടുവന്ന് വെക്കുമ്പോൾ എന്തിനാ കുഞ്ഞ് നിന്നെ വൈജയന്തി വിളിച്ചുകൊണ്ട് പോയത് എന്ന് ചോദിക്കുകയാണ് മുത്തശ്ശി. അപ്പോൾ അലീന പറയുന്നുണ്ട്, ഞാൻ പറഞ്ഞില്ലേ മുത്തശ്ശി എന്നെ ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കുമെന്ന്, എനിക്കിതൊക്കെ ഏതെങ്കിലും ആണുങ്ങൾ വാങ്ങിച്ച് തന്നതാണോ എന്ന് മാഡത്തിന് സംശയം, മുത്തശ്ശിയുടെ മോൾക്ക് സംശയം, അത് ചോദ്യം ചെയ്യാൻ വേണ്ടി വിളിപ്പിച്ചതാണ് എന്ന് പറയാണ്. അപ്പോൾ മുത്തശ്ശി ചോദിക്കുന്നുണ്ട്, അതൊക്കെ നീ മേടിച്ചതാണോ എന്ന് ചോദിക്കുമ്പോൾ ഞാൻ പറഞ്ഞില്ലേ മുത്തശ്ശി, എറണാകുളത്ത് രേവതിക്കുട്ടി ജോലിക്ക് നിൽക്കുന്ന ആ വീട്ടിലെ മാമച്ചനെങ്കിലും ഗ്രേസമ്മൻ്റെയും ഒരുപാട് സ്നേഹമുള്ള ആൻറ്റിയും അങ്കിളുമാണത്. എൻ്റെ അനിയത്തിയെ പൊന്നു പോലെയാണ് അവർ നോക്കുന്നത്, ഒരു മോളെ പോലെയാണ് നോക്കുന്നത്. അത്രയും നല്ലൊരു കൊച്ചായതുകൊണ്ട് അവളും അവരെ അതുപോലെ തന്നെയാണ് നോക്കുന്നത്. അപ്പോൾ അവളെ ഞാനാണല്ലോ അവിടെ എത്തിച്ചു കൊടുത്തത്. അതുകൊണ്ട് എനിക്കൊരു സ്നേഹ സമ്മാനം എന്നുള്ള രീതിയിലാണ് എനിക്കിതൊക്കെ അങ്കിളും ആൻറ്റിയും വാങ്ങിച്ചു തന്നത്. പക്ഷേ മുത്തശ്ശിയുടെ മോള് പറയുന്നത് ഇത് ഞാൻ വേറെ രീതിയിൽ ഉണ്ടാക്കിയെടുത്തതാണ് എന്നുള്ള രീതിയിലാണ് പറയുന്നത് എന്ന് അലീന പറയും. എന്നാ പറയാനാ കുഞ്ഞെ, അവളൊന്നും അങ്ങനെ ആയിരുന്നില്ല എന്ന് മുത്തശ്ശി പറയും. നല്ല വിദ്യാഭ്യാസമുള്ളല്ലേ മാഡം, ഇവിടുത്തെ കോളേജിൽ നിന്ന് ഡിഗ്രി ഒക്കെ എടുത്തിട്ട് ആഗ്രയിലൊക്കെ പോയി പഠിച്ചതല്ലേ എന്ന് അലീന ചോദിക്കുമ്പോൾ അതെ എന്ന് ആദ്യം മുത്തശ്ശി പറയട്ടോ. പിന്നെ സംശയത്തോടെ ചോദിക്കുന്നുണ്ട്, അത് നിനക്ക് എങ്ങനെ അറിയാം, നീ എങ്ങനെ അറിഞ്ഞു എന്ന് ചോദിക്കുകയാണ് മുത്തശ്ശി. അലീന ഇങ്ങനെയൊക്കെ പറയുമ്പോൾ അതെ മനുവേട്ടനും സാറും കൂടെ ഒരിക്കൽ ഡൈനിങ് ടേബിളിൽ ഇരുന്ന് സംസാരിക്കുന്നത് ഞാൻ കേട്ടായിരുന്നു എന്ന് പറയാണ്. അതെ അവൾ അവിടെ ആഗ്രയിലൊക്കെ പോയി പഠിച്ചതാണ് എന്ന് പറയാണ് മുത്തശ്ശി. അതെ അവൾ അവിടെ ഒരു കോളേജിൽ ടീച്ചറായിരുന്നു, ഒരു സ്കൂളിൽ ടീച്ചറായിരുന്നു ആഗ്രയിൽ എന്ന് മുത്തശ്ശി പറയുമ്പോൾ മുത്തശ്ശിയുടെ മൂത്ത മകൻ അവിടെ മിലിറ്ററിയിലായിരുന്നു അല്ലേ എന്ന് ചോദിക്കുമ്പോൾ അതെ അവിടെ മിലിറ്ററിയിലായിരുന്നു. അവിടെ ഒരു വലിയ ക്വാർട്ടേഴ്സൊക്കെ ഉണ്ട് ഗംഗാധരനെ. അതുമാത്രമല്ല മാലതി, അതായത് ഗംഗാധരൻ്റെ ഭാര്യ മാലതി പ്രസവിച്ച് കിടന്നപ്പോൾ ഒരു കൂട്ടിനെ കൊണ്ടുപോയതാണ് വൈജമോളെ. അവിടെ ഒരുപാട് ക്വാർട്ടേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ അവിടെ സ്കൂളിലൊക്കെ ജോലി വാങ്ങിച്ചു കൊടുത്ത് അവിടെ ഇങ്ങനെ താമസമാക്കി എന്ന് പറയണം മുത്തശ്ശി. അത് എത്ര വർഷം മുമ്പാണ് മുത്തശ്ശി എന്ന് ചോദിക്കാട്ടോ അലീന. അപ്പോൾ മുത്തശ്ശി പറയുന്നുണ്ട്, അത് ഒരുപാടായി, ബാലചന്ദ്രനുമായിട്ടൊക്കെയുള്ള വിവാഹത്തിന് മുൻപാണ്, ഡിഗ്രി കഴിഞ്ഞ് നിൽക്കുന്ന സമയത്താണ് വൈജ അങ്ങോട്ടേക്ക് പോയത് എന്ന് പറയാണ്. അപ്പോൾ ഏകദേശം എത്ര വർഷമായി മുത്തശ്ശിയും ചോദിക്കുമ്പോൾ ഒരു 10-24 വർഷമൊക്കെ ആയിട്ടുണ്ടാവും എന്ന് പറയാട്ടോ. പിന്നെ അവിടുത്തെ ജോലി വേണ്ടാന്ന് വെച്ചിട്ട് ഇങ്ങോട്ടേക്ക് തിരിച്ചു പോന്നോ എന്ന് ചോദിക്കുകയാണ് അലീന. അത് ഗംഗാധരന് സ്ഥലം മാറ്റം കിട്ടിയിട്ട് ഡൽഹിക്ക് പോയി, പിന്നെ വൈജമോള് മാത്രമല്ലേ അവിടെയുള്ളൂ, അതുകൊണ്ട് അവൾ ഇങ്ങോട്ടേക്ക് തിരിച്ചു വന്നു എന്ന് പറയണം മുത്തശ്ശി. പിന്നീട് മാഡം കുറച്ച് നാൾ തിരുവനന്തപുരത്തായിരുന്നല്ലേ എന്ന് ചോദിക്കുകയാണ് അലീന. അത് കേട്ടിട്ട് മുത്തശ്ശി ആകെ ഷോക്കാവുന്നുണ്ട് കേട്ടോ. അതെ അതാര് പറഞ്ഞു നിന്നോട് എന്നുള്ള രീതിയിൽ ആകെ ഞെട്ടിയിട്ടാണ് ചോദിക്കുന്നത്. അത് മനുവേട്ടൻ പറഞ്ഞതാണ്, മുത്തശ്ശിയുടെ ആങ്ങള രാവണി മേനോൻ തിരുവനന്തപുരത്ത് ശാസ്തമംഗലത്തല്ലേ ഉള്ളത് എന്ന് ചോദിക്കുകയാണ് അലീന. അവിടെയല്ലേ മാഡം ഉണ്ടായിരുന്നതെന്ന് ചോദിക്കുമ്പോൾ രാവണിയേട്ടൻ അവളുടെ മൂത്ത അമ്മാവനാണല്ലോ, എൻ്റെ നേരാങ്ങള, അവിടെയായിരുന്നു കുറച്ച് നാൾ അവൾ താമസിച്ചിരുന്നത് എന്ന് മുത്തശ്ശി പറയാണ്. രാവണേട്ടൻ ഇപ്പോൾ ഇല്ല കേട്ടോ, മരിച്ചുപോയി എന്ന് മുത്തശ്ശി പറയാണ്. അമ്മാവൻ്റെ മക്കളൊക്കെ ഇപ്പോൾ അവിടെ തന്നെ ഇല്ലേ എന്ന് അലീന ചോദിക്കുമ്പോൾ അവരൊക്കെ അവിടെ തന്നെയാണ്, മക്കളൊക്കെ ഇപ്പോഴും ശാസ്തമംഗലത്ത് തന്നെയാണ് എന്ന് പറയണം മുത്തശ്ശി. അപ്പോൾ അലീന ചോദിക്കുന്നുണ്ട്, അപ്പോൾ മാഡത്തിൻ്റെ വിവാഹം കഴിഞ്ഞിട്ട് ബാലചന്ദ്രൻ സാറുമായിട്ടുള്ള വിവാഹം കഴിഞ്ഞിട്ട് 21 വർഷമായി അല്ലേ എന്ന് ചോദിക്കുകയാണ് അലീന. അതൊക്കെ നിനക്ക് എങ്ങനെ അറിയാം കറക്റ്റായിട്ട് എന്ന് ചോദിക്കുകയാണ് മുത്തശ്ശി. ആകെ ഷോക്കായിട്ടാണ് ചോദിക്കുന്നത്. അപ്പോൾ അലീന പറയുന്നുണ്ട്,
അത് പിന്നെ ഞാൻ മാഡം ആഗ്രയിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് വന്നതും തിരുവനന്തപുരത്ത് നിന്ന് പാലായിലേക്ക് വന്നതും പിന്നെ പിള്ളേരുടെ വയസ്സും പിന്നെ എൻ്റെ വയസ്സും ഒക്കെ കണക്ക് കൂട്ടി നോക്കിയപ്പോൾ എനിക്ക് കിട്ടിയതാണ് എന്ന് അലീന പറയാട്ടോ. മുത്തശ്ശി ആകെ ഷോക്കായിട്ട് നിൽക്കണം ഇതൊക്കെ കൂടി കേട്ടിട്ട്. നിൻ്റെ വയസ്സും ഇതുമായിട്ട് എന്താണ് ബന്ധം എന്ന് ചോദിക്കുകയാണ് മുത്തശ്ശി. അപ്പോൾ അലീന ആകെ പെട്ടതുപോലെ ഇരിക്കുകയാണ്. അതൊക്കെ ഒരു കടങ്കഥയാണ് മുത്തശ്ശി. പിന്നെ ഒരു കടങ്കഥ, എന്ത് കടങ്കഥ? ഞാൻ കേൾക്കാത്ത കടങ്കഥയൊന്നും ഇല്ലല്ലോ, എന്താ കാര്യം നീ പറ എന്ന് പറയുമ്പോൾ എന്ന് വിഷയം മാറ്റാനായിട്ട് അലീന ഒരു സൂത്രം ഒപ്പിക്കുകയാണ്. അതില്ലേ മുത്തശ്ശി ഒരു സംഖ്യ മനസ്സിൽ വിചാരിക്കുക, അതിനെ 10 കൊണ്ട് ഗുണിക്കുക, 5 കൊണ്ട് ഹരിക്കുക, എന്നിട്ട് അതിൻ്റെ ഡബിൾ എടുക്കുക എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഓരോ സൂത്രപ്പണികൾ പറയണം. ഒന്ന് പോയിടി അവിടുന്ന്, നീ ഓരോ കടങ്കഥയും കൊണ്ട് വന്നേക്കുന്നു. ഇങ്ങനത്തെ കടങ്കഥകളൊക്കെ ഞാനും ചെറുപ്പത്തിൽ കുറേ കേട്ടിട്ടുള്ളതാണ് എന്ന് പറഞ്ഞ് കെറിവിച്ച് ഇങ്ങനെ ഇരിക്കുകയാണ് മുത്തശ്ശി. അപ്പോൾ മുത്തശ്ശിക്കാണെങ്കിൽ കാല് നല്ല വേദന ഉണ്ട് കേട്ടോ. അപ്പോൾ അലീന ചോദിക്കുന്നുണ്ട്, മുത്തശ്ശിയുടെ കാലുവേദന എങ്ങനെയുണ്ട്, കുറവില്ലേന്ന് ചോദിക്കുമ്പോൾ നല്ല വേദന ഉണ്ട്, ആദ്യത്തേലും ഇത്തിരി കുറവില്ലേ, ചൂട് പിടിച്ചിട്ടും ചോദിക്കുമ്പോൾ കുറച്ച് കുറവുണ്ട്, പക്ഷേ ഭയങ്കര വേദനയാണ്. രാത്രിയിൽ എന്താകുമെന്ന് എനിക്ക് ഒരു ഐഡിയ ഇല്ല, നല്ല വേദനയാണ്, കാലിൻ്റെ നടുവിനൊക്കെ വേദനയുണ്ട് എന്നൊക്കെ പറയാണ് മുത്തശ്ശി. അപ്പോൾ അലീന പറയുന്നുണ്ട്, മുത്തശ്ശി എനിക്ക് കുറച്ചുകൂടി ജോലി ബാക്കിയുണ്ട്, ഞാൻ അത് തീർത്തിട്ട് പെട്ടെന്ന് വരാം, എന്നിട്ട് വീണ്ടും തൈലം തേച്ചിട്ട് ഒന്നുകൂടെ ചൂട് പിടിക്കാം, അപ്പോൾ വേദനയൊക്കെ മാറിക്കോളും എന്ന് പറഞ്ഞ് അലീന അവിടെ നിന്ന് പോവുകയാണ്. പിന്നീട് കാണിക്കുന്നത് വൈജയന്തി വീണ്ടും അലീന പറഞ്ഞ കാര്യങ്ങളൊക്കെ ഓർത്തുകൊണ്ട് അവിടെ ഇങ്ങനെ നിൽക്കട്ടെ ഹോളിൽ തന്നെ. ആ സമയത്ത് ബാലചന്ദ്രൻ അങ്ങോട്ടേക്ക് വന്നിട്ട് പറയുന്നുണ്ട്, ഞാൻ നിന്നോട്ട് സീരിയസ് ആയിട്ടൊരു കാര്യം പറയാം, നീ ഇങ്ങനെ ആളുകളുടെ മുന്നിൽ തരം താഴരുത് എന്ന് പറയണേ. എങ്ങനെ തരം താഴരുത്? ഞാൻ എവിടെ തരം താഴ്ന്നു എന്ന് വൈജയന്തി ചോദിക്കുമ്പോൾ, അലീനയോടൊക്കെ നീ എന്ത് മോശമായിട്ടാണ് സംസാരിച്ചത്, അവളുടെ മുന്നിൽ ആകെ നീ തരം താഴ്ന്നു പ്രവൃത്തിയല്ലേ ചെയ്തത്, അവളുടെ സംസാരം കേട്ടിട്ട് നിനക്ക് മറുത്തൊരു വാക്ക് പറയാനുണ്ടായിരുന്നു, നിൻ്റെ തല താഴ്ന്ന് നിൽക്കരുന്നില്ലേ എന്ന് ചോദിക്കുകയാണ് ബാലചന്ദ്രൻ. അപ്പോൾ വൈജയന്തി ദേഷ്യപ്പെട്ടുകൊണ്ട് പറയുന്നുണ്ട്, ഞാൻ അങ്ങനെ ചെയ്തെങ്കിൽ, എനിക്ക് അങ്ങനെ സംഭവിച്ചെങ്കിൽ അതിന് കാരണക്കാരൻ ബാലചന്ദ്രൻ തന്നെയാണെന്ന് പറയണം. ഞാൻ എന്ത് ചെയ്തു? അലീനയെ വിളിച്ചു കൊണ്ടുപോയി കാറിൽ കയറ്റി കൊണ്ടുപോയി ഊണ് വാങ്ങിച്ചു കൊടുത്തില്ലേ, അത് ആ ഒരു പ്രവൃത്തി ചെയ്തത് കൊണ്ടല്ലേ എന്ന് ചോദിക്കുകയാണ് വൈജയന്തി. അപ്പോൾ ഏറ്റവും ചീഞ്ഞ പ്രവൃത്തി, ഏറ്റവും ചീപ്പ് പ്രവൃത്തി കാണിച്ചത് ബാലചന്ദ്രനല്ലേ ചീപ്പായത്. കാരണം ഞാൻ ഇരിക്കേണ്ട കസേരയിലാണ് ബാലചന്ദ്രൻ അവളെ കയറ്റിയിരുത്തിയത് എന്നൊക്കെ പറയുമ്പോൾ, നീ എന്ത് പോഴത്തരാണ് വൈജയ് വിളിച്ച് പറയുന്നത്? അങ്ങനെ ബാലചന്ദ്രൻ ചോദിക്കുമ്പോൾ, എന്താ ഞാൻ പറഞ്ഞത് മനസ്സിലായില്ലെന്ന് വൈജയന്തി ദേഷ്യത്തോടെ തന്നെ ചോദിക്കുകയാണ്. അപ്പോൾ മനസ്സിലായി, നല്ലോണം മനസ്സിലായി എന്ന് പറയാണ്. എന്നിട്ട് ബാലചന്ദ്രൻ പറയുന്നുണ്ട്, ഞാൻ അവളെ ഒരു നേരം ആ കാറിൽ കയറ്റി കൊണ്ടുപോയി ഭക്ഷണം വാങ്ങിച്ചു കൊടുത്തപ്പോൾ നിനക്ക് പൊള്ളുന്നു അല്ലേ? ഞാൻ ആ കാറിൽ ആരൊക്കെ ഇരുത്തിയിട്ട് കൊണ്ടുപോയി ഭക്ഷണം വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ട്? കമലയെടുത്തിയുണ്ട്, കൊല്ലപ്പള്ളിയിലെ രഞ്ജിനിയുണ്ട്, വില്ലേജ് ഓഫീസറുണ്ട്, അങ്ങനെ ഓരോരുത്തരുടെ പേരുകൾ പറയണം, സെയിൽസ് ഗേൾ വരെയുണ്ട്, അവർക്കൊക്കെ ഞാൻ ഭക്ഷണം വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ട് കൂട്ടി കൊണ്ടുപോയിട്ട്. പക്ഷേ അവരാരും ഇന്ന് വരെ എൻ്റെ ബെഡ്റൂമിൽ അവകാശം പറഞ്ഞ് വന്നിട്ടില്ല എന്ന് പറയാണ് ബാലചന്ദ്രൻ. അപ്പോൾ പറയുന്നുണ്ട്, ഇപ്പം നിനക്ക് അലീനയെ ഒന്ന് കൂട്ടിക്കൊണ്ടുപോയപ്പോൾ നിനക്ക് പൊള്ളുന്നു എന്ന് പറയുമ്പോൾ അവൾ വെറും വേലക്കാരിയാണ്, അത് ബാലചന്ദ്രൻ ആലോചിക്കണമായിരുന്നു എന്ന് വൈജയന്തി പറയാണ്. അത് കേട്ടപ്പോൾ ബാലചന്ദ്രൻ പറയുന്നുണ്ട്, നിന്നെ എന്ത് പറഞ്ഞ് തിരുത്തുമെന്ന് എനിക്കറിയില്ല വൈജയ്, ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, നമുക്ക് 2 പെൺകുട്ടികളാണ്, അവർ വളർന്നു വരുന്നുണ്ട്, അവർ നല്ല രീതിയിൽ പെരുമാറണമെങ്കിൽ, അവർക്ക് നല്ലൊരു ജീവിതം കിട്ടണമെന്നുണ്ടെങ്കിൽ അവർ കണ്ടു പഠിക്കുന്നത്, അവർ റോൾ മോഡലാക്കുന്നത് നിന്നെയാണ്. അപ്പോൾ അവർക്ക് നല്ലൊരു ജീവിതം, അവർ നല്ല പെരുമാറ്റവും ഉള്ളവരായി വളരണമെങ്കിൽ നീ ഒരുപാട് മാറേണ്ടിയിരിക്കുന്നു എന്ന് പറയാണ് ബാലചന്ദ്രൻ. അപ്പോൾ വൈജയന്തി പറയുന്നുണ്ട്, അപ്പോൾ മകന് അച്ഛനായിരിക്കുമല്ലോ റോൾ മോഡൽ, ഒരു ദിവസം ഒരു പെണ്ണിനെ അവൻ വീട്ടിൽ വിളിച്ച് കയറ്റി, ഇനി എത്ര എണ്ണത്തിനെ കൊണ്ടുവരാനിരിക്കുന്നു എന്ന് ചോദിക്കുകയാണ് വൈജയന്തി. അപ്പോൾ ബാലചന്ദ്രൻ പറയുന്നുണ്ട്, അല്ല ഇതിപ്പോൾ വലിയ പുതുമയായല്ലോ, നീ അന്ന് പറഞ്ഞത്, അന്ന് അവനെ സപ്പോർട്ട് ചെയ്താണല്ലോ സംസാരിച്ചത്, ഇപ്പോൾ അവൻ ചെയ്തത് തെറ്റാണ് എന്ന് നിനക്ക് തോന്നുന്നുണ്ടല്ലേ എന്ന് ചോദിക്കുകയാണ്. നീ ഇപ്പോൾ പ്ലേറ്റ് മറിച്ചിടുകയാണല്ലേ എന്നൊക്കെ പറയുമ്പോൾ വൈജയന്തി ദേഷ്യപ്പെട്ടുകൊണ്ട് പറയുന്നുണ്ട്, ആ നശിച്ചവൾ എൻ്റെ കുടുംബത്തിൽ വന്ന് കയറിയത് മുതലാണ് ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായത് എന്ന് പറയുമ്പോൾ, അത് ശരിയാണ്, അത് നീ പറഞ്ഞത് ശരിയാണ്, പക്ഷേ പ്രശ്നം ഉണ്ടാക്കിയതൊന്നും അവളല്ല എന്ന് മാത്രം എന്ന് പറയുമ്പോൾ വൈജയന്തി പറയുന്നുണ്ട്, എൻ്റെ അമ്മയെ നോക്കാൻ വേണ്ടിയിട്ടല്ലേ അവളെ ഇങ്ങോട്ട് കൊണ്ടുവന്നത്, അമ്മയെ നോക്കേണ്ട കാര്യങ്ങളൊക്കെ ഞാൻ തീരുമാനിച്ചിട്ടുണ്ട്, ഇനി അവളെ ഇവിടെ നിന്ന് ഞാൻ വെച്ച് പൊറിപ്പിക്കാൻ തീരുമാനിച്ചിട്ടില്ല, നാളെ തന്നെ ഞാൻ അവളെ ഇവിടെ നിന്ന് പറഞ്ഞയക്കാനാണ് തീരുമാനിച്ചേക്കുന്നതെന്ന് പറയാണ് വൈജയന്തി. അവൾ ഇനി ഇവിടെ വേണ്ട, ഇനി ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞു എന്നൊക്കെ വൈജയ് പറയുമ്പോൾ, നിൻ്റെ തീരുമാനം അങ്ങനെയാണെങ്കിൽ നീ ചെയ്ത ഒരു കുഴപ്പമില്ല, അത് അലീനയോട് ചെയ്യുന്ന ഏറ്റവും നല്ല പ്രവൃത്തിയായിരിക്കും, അനുഗ്രഹമായിരിക്കും അവൾക്ക് കിട്ടുന്നത് എന്ന് പറയാണ്. കാരണം ഈ വീട്ടിലേക്കാൾ ഏറ്റവും കൂടുതൽ സ്നേഹവും പരിഗണനയും വിശ്വാസവും സുരക്ഷിതത്വവും ഒക്കെ അവൾക്ക് എവിടെ ചെന്നാലും കിട്ടും, വേറെ എവിടെ പോയാലും കിട്ടും, അതുകൊണ്ട് നീ അത് തന്നെ ചെയ്തോ എന്ന് പറഞ്ഞുകൊണ്ട് ബാലചന്ദ്രൻ അവിടെ നിന്ന് പോവാണ്. പിന്നീട് കാണിക്കുന്നത് വൈജയന്തി അലീനയുടെ അടുത്തേക്ക് ചെല്ലുന്ന കേട്ടോ. അലീന കിച്ചണിൽ ഇങ്ങനെ ഓരോ ജോലികൾ ചെയ്തുകൊണ്ട് നിൽക്കുകയാണ്. അപ്പോൾ വന്നിട്ട് ചോദിക്കുന്നുണ്ട്, നിൻ്റെ ജോലി തീർന്നില്ല ഇതുവരെ എന്ന് ചോദിക്കുമ്പോൾ, ഒരു ദിവസത്തെ ജോലിയല്ലല്ലോ, 3 ദിവസത്തെ ജോലിയല്ലേ, തീർന്നു വരുന്നതേ ഉള്ളൂ എന്ന് അലീന പറഞ്ഞിട്ട് അവളുടെ ജോലി തുടർന്നുകൊണ്ടിരിക്കുകയാണ്. വൈജയന്തിയുടെ മുന്നിൽ ഇങ്ങനെ സംസാരിക്കാനായിട്ട് നിൽക്കുന്നില്ല, അവൾ പോകുന്നിടത്തൊക്കെ വൈജയന്തി പുറകെ നടന്നാണ് സംസാരിക്കുന്നത്.
എന്നിട്ട് വൈജയന്തി പറയുന്നുണ്ട്, അമ്മ ഇന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയായിരുന്നു. എന്നിട്ട് അപ്പോൾ പറയുന്നുണ്ട്, മുത്തശ്ശി പറഞ്ഞു എന്നോടെന്ന് പറയണം. അപ്പോൾ മുത്തശ്ശിയുടെ പ്ലാസ്റ്ററൊക്കെ വെട്ടി, ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല, നടക്കാനൊക്കെ പറ്റുന്നുണ്ട് എന്ന് പറയാണ്. കൊല്ലപ്പള്ളിയിൽ റൂമിൽ കുറച്ച് നേരം നടന്നു. പിടിച്ചു വെച്ചാണ് നടന്നത്, എന്നാലും അത് കുഴപ്പമില്ല, നടക്കാനൊക്കെ പറ്റുന്നുണ്ട്. ഇനി ഫിസിയോതെറപ്പി ചെയ്താലും ബാക്കിയുടെ ശരിയായിക്കോളും എന്ന് വൈജ് പറയുമ്പോൾ, തൈലമിട്ട് നല്ല ചൂടുള്ള, കുറച്ച് ചെറിയ ചൂടുള്ള വെള്ളത്തിലൊന്ന് ആവി പിടിച്ചു കഴിഞ്ഞാലും കാല് ഭേദപ്പെടും എന്ന് പറഞ്ഞുകൊണ്ട് അലീന തൻ്റെ ജോലി ചെയ്തുകൊണ്ട് ഒരു കിച്ചണിൽ നിന്ന് മറ്റു ഭാഗത്തേക്ക്, വർക്ക് ഏരിയ ഭാഗത്തേക്കൊക്കെ അങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. പുറകെ വരികയാണ് വൈജയന്തി കേട്ടോ സംസാരിക്കാനായിട്ട്. പുറകെ വന്ന് വൈജ ചോദിക്കുന്നുണ്ട്, ഞാൻ എന്തിനാണ് നിന്നോട് ഇതൊക്കെ പറയുന്നതെന്ന് അറിയാമോ എന്ന് ചോദിക്കുമ്പോൾ ഇല്ല എന്ന് പറയാണ് അലീന. അപ്പോൾ പറയുന്നുണ്ട്, എൻ്റെയും കമലെടുത്തിയുടെയും സമ്മതമില്ലാതെ, ഇഷ്ടമില്ലാതെയാണ് മനു ബാലചന്ദ്രനും കൂടെ നിന്നെ അവിടെ നിന്ന് ഇവിടേക്ക് കൊണ്ടുവന്നത് എന്ന കാര്യം നിനക്കറിയാമോ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ അലീന പറയുന്നുണ്ട്, ആദ്യം അറിയില്ലായിരുന്നു, ഇപ്പോൾ എനിക്കറിയാം എന്ന് പറഞ്ഞുകൊണ്ട് അവളുടെ ജോലി ചെയ്യാനായിട്ട് വീണ്ടും കിച്ചണിലേക്ക് തന്നെ പോവുകയാണ്. പുറകെ ചെല്ലുന്നുണ്ട് കേട്ടോ വൈജ. ഞങ്ങൾക്ക് ഒട്ടും ഇഷ്ടമില്ലാതെയാണ് നീ ഇവിടെ നിൽക്കുന്നത് എന്നുള്ളത് നിനക്കറിയാമോ എന്ന് ചോദിക്കുകയാണ് വൈജ. അറിയാം എന്ന് പറയാണ്. നീ എത്ര നാൾ എൻ്റെ ഇഷ്ടമില്ലാതെ, ഞങ്ങളുടെ ഇഷ്ടമില്ലാതെ ഇവിടെ പിടിച്ചു നിൽക്കാൻ പറ്റും എന്ന് ചോദിക്കുമ്പോൾ അലീന പറയുന്നുണ്ട്, സാധാരണ പെൺകുട്ടികൾക്കൊന്നും പറ്റത്തില്ല, പക്ഷേ എനിക്ക് പിടിച്ചു നിൽക്കാൻ പറ്റും എന്ന് പറയാണ്. എൻ്റെ സമ്മതമില്ലാതെ, ഇഷ്ടമില്ലാതെ നിനക്കിവിടെ നിൽക്കാൻ പറ്റുമെന്ന് വീണ്ടും ചോദിക്കുമ്പോൾ, ഞാനൊരു കാര്യം അങ്ങോട്ട് ചോദിച്ചോട്ടെ മാഡം എന്ന് ചോദിക്കുകയാണ് അലീന. മാഡത്തിൻ്റെ അമ്മയെ മറ്റാര് നോക്കുന്നതിനേക്കാളും കൂടുതൽ നന്നായിട്ട് ഞാൻ പരിപാലിച്ച് നോക്കിയില്ലേ? സത്യസന്ധമായിട്ട് നെഞ്ചത്ത് കൈവച്ച് പറയണം എന്ന് പറയുമ്പോൾ ഇല്ലാന്ന് ഞാൻ പറഞ്ഞോ എന്ന് ചോദിക്കുകയാണ് വൈജ. എന്നിട്ട് തിരിഞ്ഞു നിൽക്കാം കേട്ടോ. എന്നിട്ട് വീണ്ടും അലീന വൈജയുടെ മുന്നിലേക്ക് വന്നിട്ട് ചോദിക്കുന്നുണ്ട്, ഈ വീട് ഞാൻ ഏറ്റവും നല്ല രീതിയിൽ കൊണ്ട് നടന്നില്ലേ? വീട് ഏറ്റവും വൃത്തിയും ഭംഗിയിലായിട്ട് കൊണ്ട് നടന്നില്ലേ? അതും ഇല്ലയെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ എന്ന് വൈജ പറയുമ്പോൾ, നിങ്ങൾക്ക് എല്ലാവർക്കും ഭക്ഷണം ഞാൻ നല്ല രുചികരമായിട്ടും എല്ലാവർക്കും ഉണ്ടാക്കി തന്നില്ലേ? അതും ഇല്ല എന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ എന്ന് പറയണേ. അപ്പോൾ പിന്നെ ചോദിക്കുന്നുണ്ട്, ഇവിടുത്തെ കുട്ടികളെ എൻ്റെ സ്വന്തം സഹോദരങ്ങളായിട്ട് ഞാൻ സ്നേഹിച്ച് അവരെ പരിപാലിച്ചില്ലേ എന്നൊക്കെ ചോദിക്കുമ്പോൾ വൈജ് പറയുന്നുണ്ട്, നീ ചെയ്തതെല്ലാം നല്ലത് തന്നെ, പക്ഷേ ഇനി അതിൻ്റെ ആവശ്യമില്ല, ഇനി നീ ഇവിടെ നിൽക്കേണ്ട കാര്യമില്ല, നിന്നെ ഇവിടെ നിർത്താൻ ഉദ്ദേശിക്കുന്നില്ല എന്ന് വൈജ് പറയാട്ടോ. അപ്പോൾ അലീന പറയുന്നുണ്ട്, എല്ലാ ജോലികളും നന്നായിട്ട് ചെയ്യുന്നുണ്ട്, വൃത്തിയും ഭംഗിയും വെടിപ്പൊക്കെ ആയിട്ട് ചെയ്യുന്നുണ്ട്, പക്ഷേ നല്ല ആത്മാർത്ഥതയോടു കൂടി ചെയ്യുന്നുണ്ടെങ്കിലും നാളെ മുതൽ ജോലിക്ക് വരണ്ട എന്ന് അല്ലേ? അതാണല്ലേ മാഡം ഉദ്ദേശിക്കുന്നത്? എല്ലാ ജോലിയും നല്ലതാണ്, എല്ലാ കാര്യങ്ങളും ചെയ്യുന്ന ജോലിയിൽ ആത്മാർത്ഥതയുണ്ട്, ചെയ്യുന്ന ജോലിയിൽ വൃത്തിയുണ്ട്, ഭംഗിയുണ്ട്, എല്ലാം ഉണ്ട്, പക്ഷേ നാളെ ജോലിക്ക് നീ വരണ്ട എന്ന് അതല്ലേ മാഡം ഉദ്ദേശിക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ വൈജ ഇങ്ങനെ ആകെ ഷോക്കായിട്ട് ഇങ്ങനെ നിൽക്കട്ടെ. ഇത്രയൊക്കെ അലീന സംസാരിക്കുന്നുള്ളതും വൈജ പ്രതീക്ഷിക്കുന്നില്ല. എന്നിട്ട് അലീന പറയുന്നുണ്ട്, ഇതിനൊക്കെ പറയുന്ന ഒരു കാരണമാണെങ്കിൽ, ഒരു കാരണം എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ചൊന്നും പറയാനില്ല, ഒരു മൊടന്തൻ കാരണം പോലെ, മൊടന്തൻ ന്യായം പോലെ പറയുന്ന ഒരു കാരണം എന്ന് പറയുമ്പോൾ വൈജ ദേഷ്യപ്പെടുകയാണ്. മൊടന്തൻ കാരണമല്ലടി, നീ ഇവിടെ എനിക്ക് തലക്ക് മുകളിൽ ഇരിക്കുന്നത് പോലെ എനിക്ക് ഫീൽ ചെയ്തു, അത് തന്നെ കാര്യം എന്ന് പറയാണ് വൈജ. അപ്പോൾ അലീന ചോദിക്കുന്നുണ്ട്, ഞാൻ മാഡത്തിൻ്റെ അടുത്ത് വഴക്കിനും വക്കണത്തിനും ഒന്നും വന്നില്ലല്ലോ, മാഡമല്ലേ ഇങ്ങോട്ടേക്ക് എപ്പോഴും വഴക്കുണ്ടാക്കാനായിട്ട് വരുന്നത് എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ വൈജ പറയുന്നുണ്ട്, നീ എൻ്റെ വീട്ടിൽ നിൽക്കാൻ പറ്റിയ ജോലിക്കാരിയല്ല, അത്രയും നീ മനസ്സിലാക്കിയാൽ മതി എന്ന് വൈജ പറയാണ്. എന്നിട്ട് വൈജ ചോദിക്കുന്നുണ്ട്, നീ നേരത്തെ ഒരു കാര്യം പറഞ്ഞല്ലോ, നിൻ്റെ അനിയത്തിക്കും ഇങ്ങനെയുള്ള സമ്മാനങ്ങളൊന്നും കിട്ടിയിട്ടില്ല, അകത്ത് കിട്ടുന്ന സമ്മാനങ്ങളൊന്നും കിട്ടിയിട്ടില്ല, അങ്ങനെ കിട്ടിയവർ മാത്രം സൂക്ഷിച്ചാൽ മതി, നീ എന്തുദ്ദേശിച്ചാണ് അത് പറഞ്ഞത് എന്ന് ചോദിക്കുകയാണ്. ശരിയാ, ഞാൻ അങ്ങനെ പറഞ്ഞു എന്ന് പറയണം അലീന. എന്തുദ്ദേശിച്ചാണ് നീ അങ്ങനെ ചോദിച്ചതെന്ന് പറയുമ്പോൾ, അതെന്താ ഞാൻ അങ്ങനെ ചോദിച്ചപ്പോൾ മാഡത്തിൻ്റെ ചങ്കിക്കൊണ്ടോ എന്ന് ചോദിക്കുമ്പോൾ, എൻ്റെ ചങ്കിക്കൊള്ളുന്നത് എങ്ങനെയാണ്? ഞാൻ അങ്ങനെ ആരുടെ സമ്മാനങ്ങളൊന്നും വാങ്ങിച്ചിട്ടില്ല എന്ന് വൈജയന്തി പറയണം. പിന്നെന്താ പ്രശ്നം? മാഡത്തിന് അത് ഞാൻ എൻ്റെ അനിയത്തിയുടെയും കാര്യത്തെക്കുറിച്ചല്ലേ പറഞ്ഞത്, പിന്നെ മാഡം എന്തിനാണ് അതിനെപ്പറ്റി ചിന്തിച്ച് ടെൻഷനാവുന്നതെന്ന് ചോദിക്കുമ്പോൾ വൈജയന്തി പറയുന്നുണ്ട്, എനിക്കൊരു സംശയം, നീ എന്നെ ഉദ്ദേശിച്ചാണോ അങ്ങനെ പറഞ്ഞത് എന്ന് എനിക്കൊരു സംശയം, അതുകൊണ്ട് ഇനി അങ്ങനത്തെ സംസാരങ്ങളൊന്നും ഇവിടെ പാടില്ല, അതുകൊണ്ട് ഇനി നീ ഇവിടെ നിൽക്കേണ്ട കാര്യമില്ല, നാളെ തന്നെ നിൻ്റെ കണക്കുകളൊക്കെ തീർത്ത് പറഞ്ഞു വിടാനാണ് തീരുമാനിച്ചിരിക്കുന്നത് എന്ന് വൈജ പറയാണ്. അപ്പോൾ അലീന ചോദിക്കുന്നുണ്ട്, മാഡത്തിന് എന്നെ പേടിയാണല്ലേ എന്ന് ചോദിക്കുകയാണ്. അതെ, നിന്നെ പേടിക്കണം, നിന്നെ പേടിക്കാതെ പറ്റത്തില്ല എന്ന് പറയാണ്. കുറച്ച് കഷ്ടമുണ്ട് കേട്ടോ എന്ന് പറഞ്ഞിട്ട് അലീന വീണ്ടും തൻ്റെ ജോലി ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ. അവിടെയുള്ള കപ്പൊക്കെ എടുത്ത് ടേബിളിലേക്കൊക്കെ കൊണ്ടുവന്ന് വെക്കുന്നുണ്ട്. എന്നിട്ട് ചോദിക്കുന്നുണ്ട്, മാഡം ആഗ്രയിലൊക്കെ പോയി പഠിച്ചതല്ലേ എന്ന് ചോദിക്കുകയാണ്. അത് കേട്ടതും വൈജയന്തി ആകെ ഷോക്കാവുക കേട്ടോ. എന്നിട്ട് ചോദിക്കുകയാണ്, മാഡം ആഗ്രയിൽ ടീച്ചറായിട്ട് ജോലി നോക്കിയതല്ലേ 23 വർഷം മുമ്പ് എന്ന് ചോദിക്കുകയാണ്. ഇത് വൈജയന്തി ആണെങ്കിൽ ആകെ ഷോക്കായിട്ട് നിൽക്കുകയാണ്. എന്നിട്ട് അലീന പറയുന്നുണ്ട്, അത്രയും പഠിപ്പും വിവരമൊക്കെ ഉണ്ടായിട്ട് അതുപോലെയാണോ മാഡത്തിൻ്റെ പെരുമാറ്റം എന്ന് ചോദിക്കുകയാണ്. സ്വന്തമായിട്ടൊന്ന് ആത്മപരിശോധന നടത്തുന്നത് നല്ലതായിരിക്കും എന്ന് അലീന പറയുകയാണ്.
എല്ലാം കേട്ട് ഷോക്കായി നിൽക്കുന്ന വൈജയന്തി ഇങ്ങനെ ചോദിക്കുന്നുണ്ട്, നിനക്ക് എങ്ങനെ അറിയാം ഞാൻ 23 വർഷം മുൻപ് ആഗ്രയിൽ പോയതൊക്കെ എന്ന് ചോദിക്കുമ്പോൾ അലീന പറയുന്നുണ്ട്, മാഡത്തിൻ്റെ എൽഡർ ബ്രദർ ഗംഗാധര മേനോൻ മിലിറ്ററിയിൽ കേണലൊക്കെ ആയിരുന്നില്ലേ ആഗ്ര കണ്ടോൺമെൻറ്റിൽ എന്ന് ചോദിക്കുകയാണ് അലീന. അപ്പോൾ വീണ്ടും വൈജയന്തി അലീനയുടെ അടുത്തേക്ക് വന്നിട്ട് ചോദിക്കുന്നുണ്ട്, ഞാൻ ചോദിച്ചതിന് ഉത്തരം പറ, നിനക്ക് ഇതൊക്കെ എങ്ങനെ അറിയാം എന്ന് ചോദിക്കുമ്പോൾ അലീന പറയുന്നുണ്ട്, എനിക്ക് ആഗ്ര ചരിത്രം കുറച്ചൊക്കെ അറിയാം, പക്ഷേ ശാസ്തമംഗലത്തിൽ വന്നതിന് ശേഷമുള്ള കുറച്ച് വിവരങ്ങൾ കൂടി കിട്ടാനുണ്ട് എന്ന് പറയാണ് അലീന. അതുകൂടി കേട്ടപ്പോൾ വൈജയന്തി ആകെ തകർന്നു പോകട്ടോ, ആകെ ഞെട്ടിത്തരിച്ച് അലീന ഇങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കുകയാണ്. ഇതൊക്കെ എങ്ങനെ അറിഞ്ഞു എന്നുള്ള രീതിയിൽ. ആ സമയത്ത് അലീന പറയുന്നുണ്ട്, മാഡം പേടിക്കണ്ട, ഞാൻ ആരോടും ഒന്നും പറഞ്ഞിട്ടില്ല, ഞാൻ ആരോടൊന്നും പറയത്തുമില്ല എന്ന് അലീന പറയണം. വൈജയന്തി ആണെങ്കിൽ ആകെ തകർന്നു പോയിട്ടോ, ഇത്രയും സംസാരമൊക്കെ കേട്ടിട്ട് ആകെ തകർന്നു പോയി. പെട്ടെന്ന് പിന്നെ ഒന്നും സംസാരിക്കാതെ കിച്ചണിൽ നിന്ന് ഇറങ്ങി ഹോളിലേക്ക് വരികയാണ്. അവിടെ വന്നിട്ട് വൈജയന്തിക്ക് ഒരു നിലനിൽപ്പ് കിട്ടുന്നില്ല. കാരണം ഭയങ്കര ടെൻഷനിൽ, ഭയങ്കര ആകെ മൈൻഡൊക്കെ ആബ്സെൻറ്റ് മൈൻഡായിട്ട് ആ പഴയ കാര്യങ്ങളൊക്കെ മെമ്മറിയിലേക്ക് ഇങ്ങനെ വന്നിട്ട് ആകെ തകർന്ന പോലെ ഇങ്ങനെ നിൽക്കുകയാണ്. എന്നിട്ട് കിച്ചൻ്റെ നേരെയൊക്കെ നോക്കുകയും ചെയ്യുന്നുണ്ട്, അലീന ഇതൊക്കെ പറഞ്ഞല്ലോ, ഇതൊക്കെ അവളെ എങ്ങനെ അറിഞ്ഞു എന്നുള്ള രീതിയിൽ. കുറച്ച് കഴിയുമ്പോൾ അലീനയും ആ കിച്ചൻ്റെ ഡോറിൻ്റെ അടുത്തേക്ക് വന്ന് നിൽക്കുമ്പോൾ രണ്ടുപേരും മുഖാമുഖം ഇങ്ങനെ നോക്കി കേട്ടോ. കുറച്ച് നേരം നോക്കി നിന്നിട്ട് അലീന കിച്ചണിലേക്ക് തന്നെ പോകുന്നുണ്ട്. വൈജയന്തി ആണെങ്കിൽ ആകെ തകർന്ന പോലെ അവിടെ തന്നെ ഇങ്ങനെ നിൽക്കുകയാണ്. പിന്നീട് കാണിക്കുന്നത് മുത്തശ്ശി ഇങ്ങനെ ആകെ വേദന എടുത്ത് ഇങ്ങനെ കരയുന്നുണ്ട് കേട്ടോ, അയ്യോ വയ്യ എന്നൊക്കെ പറഞ്ഞിട്ട്. ആ സമയത്താണ് അലീന അങ്ങോട്ടേക്ക് വരുന്നത്. എന്താ മുത്തശ്ശി വേദന കുറവില്ലേ, തൈലിട്ട് ചൂട് പിടിച്ചിട്ടും കുറവില്ലേ എന്ന് ചോദിക്കുമ്പോൾ ഇത്തിരി കുറവുണ്ട് മോളെ, പക്ഷേ വയ്യ, ഒട്ടും വയ്യ എന്ന് പറയണം. നിൻ്റെ ജോലിയൊക്കെ തീർന്നു എന്ന് ചോദിക്കുകയാണ് മുത്തശ്ശി. ആ തീർന്നു, വൈജയുടെ ദേഷ്യമൊക്കെ മാറി എന്ന് ചോദിക്കുമ്പോൾ എവിടുന്ന്, എന്നെ അരച്ച് കൊടുത്തു കഴിഞ്ഞാൽ ഒറ്റ വലിക്ക് ജ്യൂസ് അരച്ച് കൊടുത്തു കഴിഞ്ഞാൽ കുടിച്ചോളും മാഡം എന്ന് പറയാണ് അലീന. അവളുടെ ഒരു കാര്യം പറഞ്ഞാൽ ഇതേ ഇപ്പം ഇത്തിരി നേരം കിച്ചണിൽ വന്നിട്ടും എന്നോട് ഉടക്കാൻ വന്നു, നാളെ എന്നെ ഇവിടെ നിന്ന് എൻ്റെ എല്ലാ കണക്കുകളും തീർത്ത് പറഞ്ഞയക്കാൻ പോകണമെന്ന്. അയ്യോടി ഉള്ളതാണോ, എന്നിട്ട് നിന്നെ അവർ പറഞ്ഞയക്കോ എന്നൊക്കെ ചോദിക്കുകയാണ് മുത്തശ്ശി. ആകെ വിഷമിച്ചിട്ട് ചോദിക്കുകയാണ്, ഇങ്ങനെ അതിനൊന്നും പറ്റത്തില്ല, എന്നെ അങ്ങനെ അത്ര പെട്ടെന്നൊന്നും പറഞ്ഞേക്കാനൊന്നും പറ്റത്തില്ല. അതെന്താ പറ്റാത്തേ, എന്നെ പറഞ്ഞേക്കണമെങ്കിലേ എനിക്ക് എൻ്റെ ഓഹരി തരണം, എന്നാലേ പറഞ്ഞേക്കാൻ പറ്റത്തുള്ളൂ. നിൻ്റെ ഓഹരിയോ, നിനക്ക് ഇവിടുന്ന് എന്ത് ഓഹരി എന്നൊക്കെ ചോദിക്കുമ്പോൾ മുത്തശ്ശി പേടിച്ചു പോയില്ലേ, ഇതുപോലൊരു നമ്പർ ഞാൻ മാഡത്തിൻ്റെ മുന്നിൽ ഇട്ട് കൊടുത്തു, മാഡവും പേടിച്ചു എന്ന് പറയാണ്. അവളുടെ ഓരോരോ നമ്പറും കൊണ്ട് വന്നേക്കുന്ന ഒന്ന് പോടി അവിടുന്ന്, ഇതൊക്കെ നിനക്ക് എറണാകുളത്ത് നിന്ന് കിട്ടിയതായിരിക്കും അല്ലേ എന്ന് ചോദിക്കുകയാണ്. ചെറുതായിട്ട് എന്ന് പറയാണ് അലീന. എന്നിട്ട് അലീന ഇങ്ങനെ സൂത്രത്തിൽ മുത്തശ്ശി പിന്നില്ലേ എന്നൊക്കെ ചോദിച്ച് ഇങ്ങനെ സംസാരിക്കാനായിട്ട് നിൽക്കുക. എന്നിട്ട് മുത്തശ്ശിയുടെ അടുത്ത് വന്നിരിക്കുന്നുണ്ട്, നിനക്ക് എന്താ ചോദിക്കാനുള്ളത്, നീ ചോദിക്കുക എന്ന് പറയാണ് മുത്തശ്ശി. അപ്പോൾ അലീന ചോദിക്കുന്നുണ്ട്, മുത്തശ്ശി അന്ന് എൻ്റെ അടുത്ത് പറഞ്ഞില്ലേ പിന്നീട് പറയാമെന്ന്, ബാലചന്ദ്രൻ സാറും മാഡുമായിട്ടുള്ള കല്യാണത്തിൻ്റെ കാര്യങ്ങളൊക്കെ, അത് ഒന്ന് പറയാമോ എന്നിങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത്രയും കാണിച്ചുകൊണ്ടാണ് എപ്പിസോഡ് അവസാനിക്കുന്നത്.